മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 4-3-1983 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. വിശാഖമാണ് നക്ഷത്രം. വിശാഖം 1-ാം പാദം. ഇടവ ലഗ്നം. 2-ൽ രാഹു. 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ചന്ദ്രൻ, ശനി. 7-ൽ വ്യാഴം. 8-ൽ കേതു. 9 ശൂന്യം. 10-ൽ സൂര്യൻ, ബുധൻ. 11-ൽ ശുക്രൻ, കുജൻ. 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകം ആണിത്. ഇടവ ലഗ്നം എന്ന് വെച്ചാൽ ഇടവത്തിൻ്റെ അധിപൻ ശുക്രൻ 11-ൽ ഉച്ചനായിട്ട് നിൽക്കുന്നു. വളരെ നല്ലതാണ് പ്രത്യക്ഷത്തിൽ, അല്ലെങ്കിൽ പൊതുവെ. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും അവിടേക്ക് വരുന്നുണ്ട്, അതും നല്ലത് തന്നെ. പക്ഷേ ശുക്രൻ കുജനോടൊത്ത് യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രസ്തുത ശുക്രനിലേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്, അതും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രസ്തുത ഗുളികൻ 2-ലേക്ക് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ലഗ്നത്തിലേക്ക് 2-ൽ നിൽക്കുന്ന രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ അതീവ ശ്രദ്ധ ചില കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും എടുത്തു തന്നെ മുന്നോട്ട് പോയാൽ ഏറെ നന്ന്. അതല്ലാത്ത പക്ഷം ജീവിത സംബന്ധി ആയി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി മനോവിഷമങ്ങൾക്കോ മാനഹാനികൾക്കോ ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യത വളരെ വളരെ കൂടുതലും ഉള്ള ഒരു ഗ്രഹനിലയുമാണിത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രം തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യവുമാണത്. അശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാധിപൻ ശുക്രനായിട്ട് വരികയും അത് കുജനോടൊത്ത് യോഗം ചെയ്ത് നിൽക്കുകയും ശുക്രൻ ഉച്ചനാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ മാലിന്യം ജീവിതത്തിൽ കലരാനുള്ള ഒരു സാധ്യത കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടിട്ടോ അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കണക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടോ ഒക്കെ അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട്, അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. മാത്രവുമല്ല ധനനഷ്ടവും ഉണ്ടായി. ധനനഷ്ടം, നഷ്ടസ്ഥാനത്ത് ഗുളികൻ നിൽക്കുന്നു. 12-ാം ഭാവാധിപനെ ഗുളികൻ വീക്ഷിക്കുകയും ചെയ്യുന്നു. 12-ാം ഭാവാധിപൻ നിൽക്കുന്നത് ലഗ്നാധിപനായിട്ടുള്ള ശുക്രനോടൊത്താണ്. അപ്പോൾ ധനപരമായിട്ടുള്ള നഷ്ടസാധ്യതകൾക്ക് വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു ജാതകം തന്നെ ആണിത്. തട്ടിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതങ്ങനെ തന്നെ ഉണ്ടായി. അതുവഴി ധനപരമായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള നഷ്ടവും മാനഹാനിയും മറ്റ് അനുബന്ധ ബുദ്ധിമുട്ടുകളും ഇദ്ദേഹം അഭിമുഖീകരിക്കുകയും ഉണ്ടായി. ചന്ദ്രൻ, മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് ശനി, അതല്ലെങ്കിൽ രാഹു, കേതു, ഗുളികൻ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അവസ്ഥയിലുള്ള ഗ്രഹങ്ങൾ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാകില്ല. പ്രത്യേകിച്ചും ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് ഉച്ചനായ ശനിയോടൊത്താണ്. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം കുജൻ്റെ 8-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. കലുഷിതമായിട്ടുള്ള മനസ്സ്. പ്രത്യേകിച്ചും ബുധദശ നടക്കുകയും ചെയ്യുന്നു. ബുധൻ 2014 തൊട്ട് 2031 വരെയാണ്. അറിവിൻ്റെ കാരകൻ, ബുദ്ധിയുടെ കാരകൻ എന്നൊക്കെ ബുധന് വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബുധദശയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോപണങ്ങൾ കേൾക്കാനോ കേൾപ്പിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ബുധൻ അത്തരം കാര്യങ്ങളെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രബല ഗ്രഹം തന്നെയാണ്. ഇവിടെ ബുധൻ നിൽക്കുന്നത് രാഹുവിൻ്റെ 9-ാമത്തെ ദൃഷ്ടിയിലുമാണ്. അപ്പോൾ പ്രസ്തുത ഈ ബുധദശ നടക്കുകയും അതേപോലെ തന്നെ ബുധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഹുവിൻ്റെ ദൃഷ്ടിയും എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു അതീവ ശ്രദ്ധ തന്നെ കൊടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലഗ്നാധിപൻ ശുക്രനായിട്ട് വന്നാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇല്ലിസിറ്റായിട്ടുള്ള കണക്ഷൻസ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വന്നു ചാടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് കുജനോടൊത്ത് നിൽക്കുകയും ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളുമായി സഹവസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുവഴി മനോവിഷമം, മാനഹാനി, ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾക്കും
സാധ്യത വളരെ കൂടുതലാണ്. ഇത് 100-ൽ 100 പേർക്കും ഇങ്ങനെ തന്നെ അങ്ങ് സംഭവിക്കുമെന്നൊന്നുമല്ല പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഇതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് കൂടിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്കുള്ളത് കൊണ്ടും ലഗ്നാധിപനെ വ്യാഴം വീക്ഷിക്കുന്നത് അങ്ങേയറ്റം നല്ലതായത് കൊണ്ടും അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ, ഒരു മോചനം, ഒരു മുക്തി ലഭിക്കുന്നതിനും ഇദ്ദേഹത്തിന് അവസരമുണ്ടായി. അത് പ്രകാരം അദ്ദേഹത്തിന് തെറ്റെന്താണെന്നും ശരിയെന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ ശരിയുടെ പാതയിൽ അദ്ദേഹം ഉറച്ചു നിന്ന് പോവുകയും നിലവിൽ ചെയ്യുന്നു. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായി തന്നെ അദ്ദേഹം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെയാണ് വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി ലഗ്നാധിപനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഒരു മിസ്റ്റേക്ക്, അതല്ലെങ്കിൽ ഒരു ക്രൈസിസ്, അതല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെയും കൃത്യമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരല്പം വൈകിയാണെങ്കിൽ, ഇവിടെ രാഹുവിൻ്റെ 6ാം ദൃഷ്ടിയിലാണ് വ്യാഴം നിൽക്കുന്നത്, എന്നിരുന്നാൽ തന്നെയും വർഗോത്തമം ചെയ്ത വ്യാഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ പവറിന് വാല്യൂ, മൂല്യമുണ്ട്, ദൃഷ്ടിക്ക് മൂല്യമുണ്ട്. അപ്പോൾ അത് ആ നെഗറ്റീവിനെ കൃത്യമായിട്ട് മാറ്റുകയും പോസിറ്റീവായിട്ടുള്ള അവസരങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും നിലവിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇനിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ, ഉണ്ടായ കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും രാഹുവിൻ്റെയൊക്കെ അപഹാരം നടക്കുന്ന സമയങ്ങളിൽ 2026 ഒക്ടോബർ 29 വരെ രാഹുവിൻ്റെ അപഹാരമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യം തന്നെയാണ്. ബുധനിലേക്ക് ദൃഷ്ടിയുള്ള രാഹുവാണ്, ബുധൻ്റെ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്ന രാഹുവാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്കോ തെറ്റായിട്ടുള്ള ആളുകളിലേക്കോ നയിക്കപ്പെടാനുള്ള ഒരു സാധ്യത ചിന്തകൾ വഴി, പ്രവർത്തികൾ വഴി, വാക്കുകൾ വഴി വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഒരു മുന്നൊരുക്കം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരുന്നത് കല്ലാണോ നെല്ലാണോ എന്ന് കൃത്യമായി തിരിക്കാൻ കഴിയും. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ 7ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. ലഗ്നാധിപനിലേക്ക് 5ാമത്തെ ദൃഷ്ടിയും ലഗ്നത്തിലേക്ക് 7ാമത്തെ ദൃഷ്ടിയും. അപ്പോൾ ഇദ്ദേഹം ഒരല്പം ക്ഷമയോടെ, ഈ ലഗ്നാധിപനൊക്കെ കുജനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ക്ഷമയ്ക്കാണ്. കുജൻ വളരെ ഫാസ്റ്റാണ്. പക്ഷേ ഈ ഗുളികൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്നതിൽ ഏറിയ പങ്കും അബദ്ധമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരല്പം ക്ഷമയോടെ എന്താണ് മുന്നിൽ വന്ന കാര്യമെന്നൊന്ന് ആലോചിച്ച് ഒന്ന് തീരുമാനിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അബദ്ധ സാധ്യത ഒഴിവാക്കി നിർത്താം. അതേപോലെ തന്നെ കൃത്യമായിട്ട് വേണ്ടുന്ന ജ്യോതിഷ പരിഹാരങ്ങൾ കൂടെ ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളാക്കാൻ പറ്റും. 100-ൽ 100% എന്നല്ല അർത്ഥം. 100-ൽ 100% നെഗറ്റീവായിട്ടുള്ള അവസ്ഥയെ കൃത്യമായിട്ട് സ്വയവും അതുപോലെ തന്നെ കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-60 അറ്റ് ദ മാക്സിമം ഒരു 70% വരെയൊക്കെ പോസിറ്റീവാക്കി നിലനിർത്തി പോകാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാഴദശയിൽ ജനിച്ചു 95 വരെ വ്യാഴം, അതിനുശേഷം ശനി 2014 വരെ, അതിനുശേഷം ബുധൻ 2031 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു 2038 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2058 വരെ. ഈ വ്യക്തി ശുക്രദശയൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്തു പോകാവൂ. ഉച്ചനാണ് ശുക്രൻ, കുജനോടൊത്താണ് നിൽക്കുന്നത്, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ ശുക്രദശയിൽ പോലെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വളരെ അത്യാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെ അതിനുശേഷം സൂര്യൻ 2064 വരെ, അതിനുശേഷമാണ് ചന്ദ്രൻ, കുജൻ പോലെയുള്ള ദശകൾ വരുന്നത്. ഇദ്ദേഹത്തിന് നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. ബുധനിൽ രാഹുവാണ് 2024 ഏപ്രിൽ 11 തൊട്ട് 2026 ഒക്ടോബർ 29 വരെ ബുധദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ്. ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. ബുധൻ്റെ ക്ഷേത്രത്തിൽ രാഹു നിൽക്കുന്നു. പ്രസ്തുത ബുധനിലേക്ക് രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവ് തന്നെയാണ്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള പ്രാക്ടിക്കൽ റെമഡീസ് അപ്ലൈ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. 12ലേക്ക് ഗുളികൻ നിൽക്കുകയും അവിടേക്ക് ഉച്ചനായി നിന്നുകൊണ്ട് ശനി തൻ്റെ 7ാമത്തെ ദൃഷ്ടി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.